Welcome to Maima's cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് തേങ്ങയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. പാനിലേക്ക് 2 കപ്പ് തേങ്ങ. അപ്പോൾ തേങ്ങ തിരുമുമ്പോൾ ഒരേ വലുപ്പത്തിൽ, അതായത് ചിലത് വലുതും ചെറുതായി പോയി കഴിഞ്ഞാൽ പല തരത്തിൽ വേവും വറന്നു വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എല്ലാം ഫൈൻ ആണെങ്കിൽ നല്ലതാണ്. മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 6 കാശ്മീരി ചില്ലിയും 4 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഒരു 6 എണ്ണം സ്ലൈസ് ചെയ്തത്, വെളുത്തുള്ളി സ്ലൈസ് ചെയ്തൊരു 1 ടേബിൾ സ്പൂൺ, ഒരു 5-6 അല്ലി ഉണ്ടാവും. ഇഞ്ചി 3/4 ടേബിൾ സ്പൂൺ, സ്ലൈസ് ചെയ്തിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് പെതുക്കെ ഫ്രൈ ചെയ്തെടുക്കുക, കരിയാതെ. അല്ല, ചിലയിടത്ത് മാത്രം ഡാർക്ക് ആവുകയും ചിലയിടത്ത് വേവാണ്ടേ വരും. അപ്പോൾ അതുകൊണ്ട് അണ്ണീവൻ ഇത് കിട്ടാതിരിക്കാനായിട്ട് ഒരേപോലെ ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ചമ്മന്തിപ്പൊടി നമുക്ക് കുറേ നാളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ നല്ല. ഇത് കുറേ സമയം എടുക്കും. ഇപ്പം ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങി. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് തേങ്ങ, വറ്റൽമുളക്, പിരിയമുളക്, ചുമന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഈ 2 ഇൻഗ്രീഡിയൻസ് കൂടി ഇടാനുണ്ട്. നമുക്ക് ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ. ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. ഇപ്പം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇടാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാം. കറിവേപ്പില ഒരു ചെറിയ പിടി, 2 ടീസ്പൂൺ കുരുമുളക്, പെപ്പർകോൺസ് ഇവിടെ ഇട്ട് നന്നായിട്ടൊന്നുകൂടെ ഇച്ചിരി ഡാർക്ക് ആകുന്നവരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് കറിവേപ്പിലയുടെ കളർ മാറാതെ നോക്കുക. ഒരു ബ്രൗണൊന്നും ആയിപ്പോലെ ഗ്രീൻ റീറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം. അതുകൊണ്ട് ടുവേർഡ്സ് എൻഡ് മാത്രമേ കറിവേപ്പില ഇടാവൂ. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഇത് കൂളായ ശേഷം നമ്മൾ പൊടിച്ചെടുക്കും. ആറാൻ വെക്കുമ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ബേൺ ആവും. അല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും മതി. അത്യാവശ്യം കൂളായി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമുക്ക് ചില്ലീസ്, മുളകുകളെല്ലാം കൂടെ എടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം തേങ്ങ. ഓക്കെ, ചില്ലീസ് എല്ലാം ഇട്ടു. കുറച്ച് വലിയ പീസസ് ആയിട്ടുള്ള അണിയൻസും ഒക്കെ കൂടെ ആഡ് ചെയ്തു. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, അത്യാവശ്യം പൊടിഞ്ഞു. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ബാക്കിയുള്ള തേങ്ങയുടെ മിക്സറോടെ പൊടിച്ചെടുക്കാം. ഇതിനകത്തേക്ക് സോൾട്ട്, ആവശ്യത്തിന് സോൾട്ട് ഇടുക. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് സോൾട്ട് എടുത്തേക്കുന്നത്. ഒരു ചെറിയ കഷ്ണം പുളി, ടാമറിൻറ്റ് അല്ലെ വാളംപുളി, ചെറിയൊരു കഷ്ണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മളിവിടെ ചതച്ച് അതേ സെയിം അളവിലായി. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി കമ്പൈൻ ചെയ്യുക. രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ചിട്ട് ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഈവനായിട്ട് മിക്സ് ആവാനായിട്ട് അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെ ട്രഡീഷണലി ഉരലിലിട്ട് ഇടിച്ചിടിച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം മിക്സിയിലായതുകൊണ്ട് നമ്മളങ്ങനെ സെപ്പറേറ്റായിട്ട് എടുക്കുക. നല്ല സ്മൂത്തായിട്ട് നമ്മൾ പൊടിച്ചെടുത്തു. ഇത് ബോളിലേക്ക് ഇടാം. ഈ ചമ്മന്തിപ്പൊടി നല്ല എളുപ്പത്തിൽ ചെയ്തു. നമ്മൾ ആ വറക്കുന്ന ഒരു ഡിലേ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് നമുക്ക് വീട്ടിലുള്ളതുമാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ലതാണ്. ചോറി കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100 ഗ്രാംസിന് കുറച്ച് മേലെ ഉണ്ടാവും കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി കിട്ടും ഈ ഒരു അളവിൽ നിന്ന്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും എളുപ്പം. ഇത് 2 വീക്സൊക്കെ എന്താണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ ഇരിക്കും, ചീത്തയാവാണ്ടിരിക്കും. അപ്പം നമ്മൾ വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ ഉപയോഗിക്കാതെ തേങ്ങ വറക്കുക. എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കനച്ചു പോകാനൊക്കെ ഉള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ കനച്ചു പോകാതിരിക്കാനായിട്ട് തേങ്ങയ്ക്കകത്ത് എണ്ണ ഇല്ലാതെ വറക്കാൻ നോക്കുക. അപ്പോൾ ഈ ഡിഷ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.